vamos a ver todo lo que hay. Disimular. ഹായ് എവരിബഡി, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോഴും ആഷ്ഫോർഡ് തന്നെയാണ് നിൽക്കുന്നത്. 4 days ആയി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നു നമ്മുടെ ഫാമിലിയുടെ ഒപ്പം തന്നെ. ആക്ച്വലി ഇത് 1 day ട്രിപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ. പക്ഷേ ഞാനത് പാർട്ട് 2 ഞാൻ ആ വ്ളോഗ് അവസാനിപ്പിച്ചു. ഇത് ഒരു പുതിയ വ്ളോഗാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ബ്രൈറ്റൺ ആണ്. അപ്പം ബ്രൈറ്റൺ 360 എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ഫാമിലിയായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഇന്നും ഹോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞുമണിയൊക്കെ കൂട്ടിയാൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും പോകുന്നത്. നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഭയങ്കര സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടാണ് നമ്മളതിനെ കൊണ്ടുപോകുന്നത്. നമ്മൾ ചെന്നപ്പോഴാണ് ആക്ച്വലി ഫാമിലി ഓണായത്. അവരും എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളൊരു 1 day സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പോയതാണ്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ആയി ഒരു 4 days നമ്മളവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിന്ന് ബ്രൈറ്റൺ ഫുള്ള് കറങ്ങാനുള്ളൊരു പ്ലാനാണ്. ആക്ച്വലി ഒരു ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. അങ്ങനെ നമ്മളൊരു ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 4 o'clock ആയപ്പോഴത്തേക്കും നമ്മൾ ബ്രൈറ്റൺ എത്തി. ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവാണ്. ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടതിന് ശേഷം എക്സിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിന് പേയ്മെൻറ്റ് നടത്തുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 10 pounds അവിടെ ഒരു കാർഡ് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മൾ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒരു ക്ലൈമറ്റ് ആയിരുന്നില്ല അവിടെ. ഭയങ്കര തണുപ്പായിരുന്നു. ഒരു ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ജാക്കറ്റ് ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു ആ ഒരു നമുക്ക് ആ സീനറി കാണുമ്പോൾ തന്നെ. നമ്മൾ ഈ 360 നമ്മൾ കയറിയില്ല. പക്ഷേ ഞാൻ വേറൊരു സംഭവം ഞാനവിടെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അപ്സൈഡ് ഡൗൺ ഹൗസ്. ഇതിനകത്ത് കയറി എനിക്ക് കാണുന്നത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിനെ കണ്ടു. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇത് തലതിരിഞ്ഞിരിക്കുകയെന്ന് ഇത് കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ നമ്മൾ ആദ്യം ബീച്ചിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് പോയപ്പോഴത്തേക്കും നമുക്ക് ഫ്രീസിങ് കാരണം നമുക്ക് നിൽക്കാൻ വയ്യാണ്ടായി. കാരണം അതുപോലെ തണുപ്പായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയത് ശരിക്കും ഞാൻ സർപ്രൈസ് ആയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സാധനങ്ങളും നമ്മുടെ തലയുടെ മുകളിലായിരുന്നു. ഈവൻ ക്ലോസറ്റും ഈവൻ ചെറിയ സാധനങ്ങൾ പോലും നമ്മുടെ തലയുടെ മുകളിലായിട്ടാണ് അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് അപ്സൈഡ് ഡൗൺ ഹൗസ് എന്ന് പറയുന്നത്. ഒരു വീട് തല തിരിഞ്ഞ് നിന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളും ഓരോ റൂമുകളും എല്ലാം കയറി നന്നായിട്ട് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇത് ആക്ച്വലി എങ്ങനെയായിരിക്കാം നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ആ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ 4 ദിവസത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ മിഡിസ്ട്രോയ്ക്ക് പോവാണ്. രാത്രി 8:15 നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് മിഡിസ്ട്രോയിലെത്തി. അപ്പോൾ പുതിയൊരു വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.